നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. 1708 പേജുള്ള വിധിന്യായമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ്. റിയ, എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു, എന്തുകൊണ്ട് ഈ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടിയാകുന്ന വിധി പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകട്ടെ എന്നുള്ള ഒരു വരി അതിലുണ്ട് എന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നു. വിധി പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെ സംബന്ധിച്ച് പറയുന്ന ഭാഗങ്ങളുടെ വിധിപ്പകർപ്പിന്റെ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ 9ാം പ്രതിയായ മേസ്തിരി സനിൽ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ദിലീപിനൊപ്പം കണ്ടെത്തിയിരുന്ന പ്രതിയായിരുന്നു. ജയിലിൽ വെച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ മേസ്തിരി സനിലിനെതിരെ ഉണ്ടായിരുന്നു. ആ കുറ്റങ്ങൾ നിലനിൽക്കില്ല, അതിന് മതിയായ തെളിവുകളില്ല. പൾസർ തുനിയുമായി സനിൽ ചേർന്ന് ജയിലിനകത്ത് വെച്ച് ഗൂഢാലോചന നടത്തി എന്നതിന് തെളിവുകളില്ല എന്നത് കോടതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഗൂഢാലോചന നടത്താൻ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നിട്ടില്ല എന്ന് കോടതി എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് 1847 പേജിൽ പറയുന്നുണ്ട്. ഇതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചില രേഖകൾ സമർപ്പിച്ചിരുന്നു. അതായത് 8ാം പ്രതി ഈ ജഡ്ജിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് ട്രയൽ കോർട്ടിലെ. പക്ഷേ അതൊന്നും അടിസ്ഥാനരഹിതമല്ല, അതൊന്നും അടിസ്ഥാനമില്ലാത്തതാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാ ഘട്ടത്തിലും പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രയൽ ജഡ്ജിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് കോടതി ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. This court left all these matters unattended following the legal maximum എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു നിരീക്ഷണം കൂടി ഈ വിധിയുടെ ഭാഗമായി ജഡ്ജി നടത്തുകയും ചെയ്തിട്ടുണ്ട്. റിയ, അതായത് കേസിൽ 9ാം പ്രതി മേസ്തിരി സനൽ ജയിലിൽ ഗൂഢാലോചന നടത്തിയതിന് മതിയായ തെളിവുകൾ ഇല്ല എന്ന് ഈ വിധി പകർപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേസിലെ 8ാം പ്രതിയായിരുന്നു ദിലീപ്. ദിലീപിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ പകർപ്പിലില്ലേ? ഇതിൽ 1708 പേജുകളുണ്ട്. പക്ഷേ ഈ വിധി പകർപ്പിന് അതിൽ ഏതാനും ചില പേജുകൾ, ആദ്യ പേജുകൾ മാത്രമാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 9ാം പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ 8ാം പ്രതിയുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയായ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ആ വിശദാംശം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ അടക്കം മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ട്രയൽ ജഡ്ജിനെതിരായ ആരോപണങ്ങളായിരുന്നു. അത് ദിലീപുമായി